പഴയ ഗമ്മൊക്കെ ഇതിൻ്റെ സൈഡിൽ ഇരിക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് നല്ല രീതിയിൽ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. എഞ്ചിനകത്തേക്ക് ചാടാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. പുറകിലേക്ക് തിരിച്ചപ്പോൾ വളരെ ഈസിയായി തന്നെ നമുക്കിത് റിമൂവ് ചെയ്യാൻ സാധിച്ചു. അപ്പോൾ നമുക്ക് എഞ്ചിൻ ഓയിൽ മാറ്റുന്നതോടൊപ്പം തന്നെ എഞ്ചിൻ ഓയിലിൻ്റെ ലീക്കേജ് കൂടെ നമുക്ക് പരിഹരിക്കാം. ടാറ്റയുടെ ജെനുവിൻ പ്രോഡക്റ്റ് തന്നെയാണ്. വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത ശേഷം ഒന്നുകൂടെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ വാഹനം എങ്ങനെ നമുക്ക് വീട്ടിൽ വെച്ച് തന്നെ എങ്ങനെ സർവീസ് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എഞ്ചിൻ ലീക്കേജ് എങ്ങനെ പരിഹരിക്കാം, അതുപോലെ എഞ്ചിൻ ഓയിൽ എങ്ങനെ റീപ്ലേസ് ചെയ്യാം, ഓയിൽ ഫിൽറ്റർ എങ്ങനെ റീപ്ലേസ് ചെയ്യാം, അതുപോലെ തന്നെ എയർ ഫിൽറ്റർ എങ്ങനെ റീപ്ലേസ് ചെയ്യാം, ബ്രേക്ക് ഫ്ലൂയിഡ് എങ്ങനെ റീപ്ലേസ് ചെയ്യാം എന്നതിനെക്കുറിച്ചൊക്കെയാണ് 2-3 പാർട്ടുകളിലായിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുമ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ വേണ്ടി ബെൽ ബട്ടൺ കൂടി അമർത്തി വയ്ക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിൽ കിടക്കാം. അപ്പോൾ അതിനായി നമുക്ക് സീറ്റ് മടക്കി വെച്ച് പുറകിലെ കവർ അഴിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് എഞ്ചിൻ ഓയിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിനകത്ത് നോക്കിയാൽ അറിയാം എഞ്ചിൻ ഓയിൽ വളരെ കുറവാണ്, കറുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എഞ്ചിൻ ഓയിൽ മാറ്റുന്നതോടൊപ്പം തന്നെ എഞ്ചിൻ ഓയിലിൻ്റെ ലീക്കേജ് കൂടെ നമുക്ക് പരിഹരിക്കാം. അപ്പോൾ ഇവിടെ നോക്കിയാൽ അറിയാം എഞ്ചിൻ ഓയിൽ വളരെയധികം ലീക്കായിട്ടുണ്ട്. എഞ്ചിൻ സിലിണ്ടർ ഹെഡ് കവറിൻ്റെ അടിയിലാണ് ഗാസ്കറ്റ് ഇരിക്കുന്നത്. ഗാസ്കറ്റ് എന്ന് പറയുന്നത് ഒരു റബ്ബർ പാടാണ്, ഒരു റബ്ബറിൻ്റെ പാടാണ്. ഇത് ലീക്കേജ് വരുന്നത് എൻജിൻ ഓവർ ഹീറ്റ് ആകുമ്പോഴും അതുപോലെ തന്നെ കാലപ്പഴക്കം കൊണ്ട് ഈ റബ്ബർ പാഡ് ടൈറ്റ് ആകുന്നത് കൊണ്ടും ഒക്കെയാണ് ഇങ്ങനെ ലീക്കേജ് വരുന്നത്. ഗാസ്കറ്റ് മാറ്റുന്നതിന് മുമ്പായി എൻജിൻ ഓയിൽ കംപ്ലീറ്റ് ആയും പുറത്തെടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്കിത് എൻജിൻ ഓയിൽ കംപ്ലീറ്റ് ആയും പുറത്തെടുക്കാം. എൻജിൻ ഓയിൽ പുറത്തെടുക്കാനായിട്ട് എൻജിൻ്റെ അടിഭാഗത്തായിട്ട് ഈ ഒരു സ്ക്രൂ നമുക്ക് അഴിച്ചെടുക്കേണ്ടതുണ്ട്. ഈ ഒരു സ്ക്രൂ ഭയങ്കര ടൈറ്റ് ആയിരിക്കും. ഇപ്പോൾ ഞാനിപ്പോൾ ഇത് ലൂസാക്കി വെച്ചിട്ടുള്ളതാണ്. അഴിക്കാൻ വളരെ പ്രയാസമാണ്. കാലക്രമേണ അത് ഭയങ്കര ടൈറ്റ് ആയിട്ടുണ്ടാവും. 2 തരത്തിൽ നമുക്കിത് അഴിച്ചെടുക്കാൻ പറ്റും. ഒന്ന് അല്ലെങ്കിൽ വലിയ അല്ലെങ്കിൽ സ്പാനർ ഉപയോഗിച്ചുകൊണ്ടോ അല്ലെങ്കിൽ നോർമൽ സ്പാനർ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ നിന്ന് ഒരു കയറ് കെട്ടി മുകളിൽ നിന്ന് വലിച്ച് നമുക്കിത് ഈ സ്ക്രൂ നമുക്ക് അഴിച്ചെടുക്കാവുന്നതാണ്. 22ൻ്റെ സ്പാനർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഓയിൽ സ്ക്രൂ അഴിച്ചെടുക്കാം. ഓയിലേക്ക് നോക്കിയാൽ അറിയാം ഓയിൽ വളരെയേറെ കറുത്തിട്ടുണ്ട്. ഗാസ്കറ്റ് കവർ അഴിക്കുന്നതിന് മുമ്പായി നമുക്ക് കേബിളെല്ലാം റിമൂവ് ചെയ്തേക്കാം. കേബിൾ അഴിക്കാൻ വളരെ എളുപ്പമാണ്. ഇവിടെ ജസ്റ്റ് പ്രസ് ചെയ്ത് പുറകേട്ട് വലിച്ചാൽ മാത്രം മതിയാവും. ഇഗ്നീഷൻ കേബിൾ കൂടെ റിമൂവ് ചെയ്യാം. കേബിൾ ജസ്റ്റ് പുറകോട്ട് വലിച്ചാൽ മാത്രം മതിയാവും. കേബിൾ ടൈയിൽ നിന്ന് കേബിളൊക്കെ ഒന്ന് റിമൂവ് ചെയ്തേക്കാം. ഓയിൽ പൈപ്പ് കൂടെ റിമൂവ് ചെയ്ത് വെക്കാം. ടൈറ്റ് ആയതുകൊണ്ട് കിട്ടുന്നില്ല, നമുക്കത് പ്ലയർ ഇട്ട് പിടിച്ച് നോക്കാം. വാൾവ് കവർ അഴിക്കാനായിട്ട് 6 സ്ക്രൂകളാണുള്ളത്. 1, 2, 3, ഇതുപോലെ തന്നെ 3 എണ്ണം ഇപ്പുറത്തെ സൈഡിലുണ്ട്. വാൾവ് കവർ അഴിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം, കാരണം ഇതൊരു പ്ലാസ്റ്റിക് മെറ്റീരിയലാണ്. പൊട്ടാനൊക്കെയുള്ള സാധ്യതയുണ്ട്. വളരെ കെയർ ചെയ്തിട്ട് വേണം നമുക്ക് അഴിച്ചെടുക്കാനായിട്ട്. 10ൻ്റെ ടീ സ്പാനർ ഉപയോഗിച്ചുകൊണ്ട് നമുക്കിത് അഴിച്ചെടുക്കാം. ആറ് സ്ക്രൂസും നമുക്ക് അഴിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് വാൾവ് കവർ പതുക്കെ ഇളക്കി നോക്കാം. ഗാസ്കറ്റ് താഴ്ഭാഗത്ത് ഒട്ടി പിടിച്ചിട്ടുണ്ട്. പതുക്കെ അടർത്തിയെടുക്കാം. ഇതിനകത്തുള്ള വേസ്റ്റുകളൊന്നും എഞ്ചിനിലേക്ക് ചാടാതെ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ വാൾ കവർ ഊരിയെടുത്തിട്ടുണ്ട്. ഈ റബ്ബർ പാഡ് കാലപ്പഴക്കം കൊണ്ട് തന്നെ ഭയങ്കര ടൈറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ടൈറ്റ് ആയതുകൊണ്ട് തന്നെയാണ് ഇതിലൂടെ എഞ്ചിൻ ഓയിൽ ലീക്ക് വരുന്നത്. അപ്പോൾ വാൾ കവർ നല്ല രീതിയിൽ തന്നെ നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. സാധാരണ കാർബൺ ഈ ഒരു സ്പേസിൽ ഡെപ്പോസിറ്റ് ചെയ്യാറുണ്ട്. എഞ്ചിൻ കംപ്ലൈൻറ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇതിനകത്ത് കാർബൺ ഒന്നും ഡെപ്പോസിറ്റ് ചെയ്തിട്ടില്ല. എഞ്ചിൻ വളരെ കണ്ടീഷനാണെന്ന് നമുക്ക് അതിൽ മനസ്സിലാക്കാം. ഇഗ്നിഷൻ കോയിൽ മുമ്പേ റിമൂവ് ചെയ്ത് വെക്കേണ്ടതായിരുന്നു. നമ്മളത് റിമൂവ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ നമുക്കിത് നല്ല രീതിയിൽ തന്നെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. സോപ്പ് പൊടി ഉപയോഗിച്ചുകൊണ്ട് നമുക്കിത് നല്ല രീതിയിൽ തന്നെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം.
അപ്പോൾ വാൾവ് കവർ നമ്മൾ നല്ല രീതിയിൽ തന്നെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. 1 മണിക്കൂറാണ് ക്ലീൻ ചെയ്യാനായി എടുത്ത സമയം. സോപ്പ് പൊടി ഉപയോഗിച്ചാണ് നമ്മളിത് ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മൾ പുതിയതായി വാങ്ങിച്ച ഗാസ്കറ്റ്. 176 രൂപയാണ് ഇതിൻ്റെ വില വന്നിട്ടുള്ളത്. ടാറ്റയുടെ ഒറിജിനൽ പ്രൊഡക്റ്റാണിത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് റീപ്ലേസ് ചെയ്യുക എന്ന് നോക്കാം. ഇതാണ് നമ്മുടെ പുതിയ ഗാസ്കറ്റ്. വളരെ ഫ്ലെക്സിബിളാണ്. പഴയതെടുത്ത് നോക്കിയാൽ നല്ല രീതിയിൽ തന്നെ അത് ടൈറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പുതിയത് എങ്ങനെയാണ് ഫിറ്റ് ചെയ്ത് നോക്കാം. രണ്ട് സൈഡിലായിട്ട് ഗമ്മ് കൊടുക്കേണ്ടതുണ്ട്, പക്ഷേ നമ്മളിവിടെ ഗമ്മ് ഉപയോഗിക്കുന്നില്ല. ഗാസ്കറ്റ് ഒരിക്കലും തിരിഞ്ഞു പോവുകയോ മറിഞ്ഞു പോവുകയോ ചെയ്യില്ല, കാരണം ഇത് ഒരു സൈഡിൽ മാത്രമേ ഇത് ഫിറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. വാൾവ് ഫിറ്റ് ചെയ്യുന്നതിന് മുമ്പായി നമുക്ക് സൈഡിലുള്ള വേസ്റ്റൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം. പഴയ ഗമ്മൊക്കെ ഇതിൻ്റെ സൈഡിൽ ഇരിക്കുന്നുണ്ട്, അതൊക്കെ നമുക്ക് നല്ല രീതിയിൽ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. എഞ്ചിനകത്തേക്ക് ചാടാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ തന്നെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വാൾ കവർ ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം. സ്ക്രൂ ടൈറ്റ് ആയി കൊടുക്കാം. സ്ക്രൂ ടൈറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യം ഈ സ്ക്രൂ ആണ് നമ്മൾ ടൈറ്റ് ചെയ്യുന്നതെങ്കിൽ അതിന് നേരെ ഓപ്പോസിറ്റ് സ്ക്രൂ ആണ് ടൈറ്റ് ചെയ്യേണ്ടത്. അടുത്തതായി നമ്മൾ ഈ സ്ക്രൂ ആണ് ടൈറ്റ് ചെയ്യുന്നതെങ്കിൽ ഇവിടെയാണ് അടുത്ത് ടൈറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കിത് ഓരോന്നായി ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഓയിൽ ക്യാപ്പ് അടച്ചു കൊടുക്കാം. സ്പാർക്ക് പ്ലഗിൻ്റെ കോയിൽ കൂടെ ഫിറ്റ് ചെയ്ത് കൊടുക്കാം. സ്പാർക്ക് പ്ലഗ് കോയിൽ കണക്ട് കൊടുക്കാം. അടുത്ത കൂടി കണക്ട് ചെയ്ത് കൊടുക്കാം. നല്ല രീതിയിലൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. കോയിലിൻ്റെ കേബിൾ കണക്ട് ചെയ്ത് കൊടുക്കാം. കൂടെ കണക്ട് ചെയ്ത് കൊടുക്കാം. ഓയിലിൻ്റെ സ്ക്രൂ കൂടെ ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഓയിൽ സ്ക്രൂയിൽ കാർബൺ ഡെപ്പോസിറ്റ് ആയിട്ടില്ല. നല്ല രീതിയിൽ തന്നെ നമ്മളത് ക്ലീൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ടൈറ്റ് ചെയ്തെടുക്കാം. സ്പാനർ ഉപയോഗിച്ചുകൊണ്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. അടുത്തായി നമുക്ക് ഇതിൻ്റെ ഓയിൽ ഫിൽറ്റർ കൂടെ മാറ്റി കൊടുക്കാം. ഓയിൽ ഫിൽറ്റർ മാറ്റാനായിട്ട് സീറ്റ് കംപ്ലീറ്റ് ആയി പുറത്തെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിലെ ഈ 2 സ്ക്രൂവും അതുപോലെ തന്നെ റൈറ്റ് സൈഡിലെ ആ 2 സ്ക്രൂ ആണ് സീറ്റ് റിമൂവ് ചെയ്യാനുള്ള സ്ക്രൂസ്. അപ്പോൾ നമുക്കിത് സീറ്റ് കൂടെ റിമൂവ് ചെയ്തെടുക്കാം. സീറ്റ് അഴിക്കാനായിട്ട് താഴ്ഭാഗത്ത് ഈ 2 സ്ക്രൂ കൂടെ അഴിക്കേണ്ടതുണ്ട്. അതിനുശേഷം ഈ മാറ്റ് പൊക്കിയ ശേഷം ഈ കവറിൻ്റെ പുറകിലാണ് ഓയിൽ ഫിൽറ്റർ ഇരിക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ക്യാപ്പ് ഊരാനായിട്ട് പുറകു വശത്ത് താഴെ അതിൻ്റെ ഒരു ക്ലിപ്പ് കാണാം. ആ ക്ലിപ്പിൽ പുറകിലൂടെ കൈയിട്ടുകൊണ്ട് നമുക്കത് ഊരിയെടുക്കാവുന്നതാണ്. ഇതുപോലെ നമുക്ക് ആ ക്ലിപ്പിൽ അമർത്തി പിടിച്ചുകൊണ്ട് നമുക്കിത് ഊരിയെടുക്കാവുന്നതാണ്. താഴെ കാണുന്നതാണ് ഓയിൽ ഫിൽറ്റർ വരുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. ഓയിൽ ഫിൽറ്റർ റിമൂവ് ചെയ്യാൻ വളരെ പ്രയാസമാണ്. നമുക്ക് സ്വല്പം WD-40 അപ്ലൈ ചെയ്ത് കുറച്ച് സമയം വെയിറ്റ് ചെയ്ത ശേഷം നമുക്ക് ശ്രമിച്ച് നോക്കാം. ഓയിൽ ഫിൽറ്റർ നമുക്ക് റിമൂവ് ചെയ്യാൻ സാധിക്കുന്നില്ല. നമ്മൾ കുറേയേറെ കഷ്ടപ്പെട്ടിട്ടും നമുക്കിത് റിമൂവ് ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പോൾ നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് ടൂളുണ്ട്. നമ്മുടെ കയ്യിൽ ടൂളില്ല. അതുകൊണ്ട് നമ്മൾ മറ്റൊരു എളുപ്പമാർഗ്ഗം നമ്മൾ സ്വീകരിക്കുകയാണ്. ഒരു സ്ക്രൂ ഡ്രൈവർ എടുത്ത ശേഷം ഓയിൽ ഫിൽറ്ററിൻ്റെ പുറകിൽ ഇതുപോലെ ഒരു ഹോൾ ഇട്ട ശേഷം ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് ഒരു ഹോൾ ഉണ്ടാക്കി കൊടുത്തിട്ട് പുറകിലേക്ക് തള്ളിയാൽ നമുക്ക് വളരെ ഈസിയായി തന്നെ ഓയിൽ ഫിൽറ്റർ റിമൂവ് ചെയ്യാവുന്നതാണ്. വളരെ ടൈറ്റാണ് ഓയിൽ ഫിൽറ്റർ. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ ബലം പ്രയോഗിച്ച് ഊരിയെടുക്കേണ്ടതുണ്ട്. ഓയിൽ ഫിൽറ്റർ ലൂസായിട്ടുണ്ട്. നമുക്കിത് ഊരിയെടുക്കാം. അപ്പോൾ ഓയിൽ ഫിൽറ്റർ നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ബുദ്ധിമുട്ട് ഇത് എടുക്കാനായിട്ട്, കാരണം ഭയങ്കര ടൈറ്റായിരുന്നു. ഊരിയെടുക്കാനായിട്ട് ടൂളുണ്ട്. പക്ഷേ നമ്മൾ നമ്മുടെ കയ്യിൽ ടൂളില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ പുറകിലെ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് ഒരു ഹോൾ ഇട്ട് പുറകിലേക്ക് തിരിച്ചപ്പോൾ വളരെ ഈസിയായി തന്നെ നമുക്കിത് റിമൂവ് ചെയ്യാൻ സാധിച്ചു. അപ്പോൾ നമുക്കിതൊന്ന് റീപ്ലേസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ പുതിയത് വാങ്ങിച്ച ഓയിൽ ഫിൽറ്റർ. ടാറ്റയുടെ ഒറിജിനൽ പ്രോഡക്റ്റ് തന്നെയാണ്. 194 രൂപയാണ് ഇതിനായിട്ടുള്ളത്. ടാറ്റയുടെ ജെനുവിൻ പ്രോഡക്റ്റ് തന്നെയാണ്. പിറ്റേന്ന് മുമ്പായി റബ്ബർ പാഡിൽ നല്ല രീതിയിൽ തന്നെ കുറച്ച് ഓയിലെടുത്ത് തേച്ച് കൊടുക്കുക. ഇനി നമുക്കൊന്ന് ഫിറ്റ് ചെയ്തെടുക്കാം. ക്യാബിലൂടെ കൈയിട്ടുണ്ട് ഓയിൽ ഫിൽറ്ററിൻ്റെ സൈഡൊക്കെ ഒന്ന് മൊത്തത്തിൽ നല്ല രീതിയിലൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം. ഓയിലൊക്കെ നല്ല രീതിയിൽ തന്നെ അവിടെ ഒഴുകിയിരിക്കുന്നുണ്ട്.
ഓയിൽ ഫിൽറ്ററിൻ്റെ സൈഡ് നമ്മൾ നല്ല രീതിയിൽ തന്നെ ക്ലീൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓയിൽ ഫിൽറ്റർ ഒന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഓയിൽ ഫിൽറ്റർ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. നല്ല രീതിയിൽ തന്നെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഓയിൽ ഫിൽറ്റർ നമ്മൾ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് കവർ ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം. മുകൾ ഭാഗത്തെ ക്ലിപ്പ് കുടിക്കിയ ശേഷം ജസ്റ്റ് പ്രസ് ചെയ്താൽ മാത്രം മതിയാവും. ഇനി നമുക്ക് ഇതിൻ്റെ മാറ്റൊക്കെ ഒന്ന് ക്ലോസ് ചെയ്തെടുക്കാം. അടുത്തായി നമുക്ക് എഞ്ചിൻ ഓയിൽ റീഫിൽ ചെയ്ത് കൊടുക്കാം. കാസ്ട്രോളിൻ്റെ 3 ലിറ്ററിൻ്റെ ഒരു ബോട്ടിലാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. 50-40 ആണ് ഇതിനകത്ത് ഒഴിക്കേണ്ടത്. 20-40 ആണ് ഞാൻ ഉപയോഗിക്കുന്നത്. എനിക്ക് 50-40 കിട്ടിയില്ല. അതുകൊണ്ട് 20-40 ആണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിത് എഞ്ചിൻ ഓയിലൂടെ റീഫിൽ ചെയ്ത് കൊടുക്കാം. $2.2 ലിറ്റർ നമ്മൾ റീഫിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓയിൽ ക്യാപ്പ് ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം. ഓയിൽ ക്യാപ്പ് ക്ലോസ് ചെയ്ത ശേഷം നമുക്കിതിൻ്റെ മെഷർമെൻ്റ് എടുത്ത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അതിൽ നോക്കിയാൽ അറിയാം ഓയിൽ മാക്സിമത്തിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത ശേഷം ഒന്നുകൂടെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അതിൻ്റെ മെഷർമെൻറ്റ് ചെക്ക് ചെയ്താൽ അറിയാം സ്വല്പം കുറഞ്ഞിട്ടുണ്ട് ഓയിൽ. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതൂടെ റീഫിൽ ചെയ്ത് കൊടുക്കാം. വീണ്ടും നമ്മൾ റീഫിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൃത്യമായിട്ടുണ്ട്. ഓയിൽ ക്യാപ്പ് നമുക്ക് അടച്ചു കൊടുക്കാം. ഓയിൽ പോയ ഭാഗം നമുക്ക് നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് കൊടുക്കാം. 3 ലിറ്ററിൽ 2.5 ലിറ്റർ മാത്രമേ നമുക്ക് ആവശ്യമായി വന്നുള്ളൂ. ഏകദേശം 1/2 ലിറ്ററിൻ്റെ അടുത്ത് തന്നെ ഇനി നമ്മുടെ ബോട്ടിൽ ബാക്കിയുണ്ട്. അടുത്തായി നമുക്ക് എയർ ഫിൽറ്റർ എങ്ങനെ ചേഞ്ച് ചെയ്യാൻ നോക്കാം. എയർ ഫിൽറ്ററിൻ്റെ ഈ ഒരു പൈപ്പിൻ്റെ സ്ക്രൂ ലൂസാക്കി ഇടുക. പൈപ്പ് റിമൂവ് ചെയ്യുക. 10ൻ്റെ സ്പാനർ ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു സ്ക്രൂ അഴിച്ചെടുക്കുക. ജസ്റ്റ് ലെഫ്റ്റ് ഭാഗത്തേക്കൊന്ന് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫിൽറ്റർ ഇങ്ങനെ ഊരിയെടുക്കാവുന്നതാണ്. ഇതാണ് ഇതിൻ്റെ എയർ ഫിൽറ്റർ. നമുക്കൊന്ന് റീപ്ലേസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിങ്ങനെ പുറകിലോട്ട് തിരിച്ചു കഴിഞ്ഞാൽ നമുക്കിത് റിമൂവ് ചെയ്തെടുക്കാവുന്നതാണ്. ഇതിനകത്ത് നോക്കിയാൽ അറിയാം നല്ല രീതിയിൽ തന്നെ ഡസ്റ്റ് കയറിയിട്ടുണ്ട്. റീപ്ലേസ് ചെയ്യാനായിട്ടുണ്ട്. പുതിയ ഫിൽറ്റർ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. ടാറ്റയുടെ ജെനുവിൻ പ്രോഡക്റ്റ് തന്നെയാണ്. 176 രൂപയാണ് ഇതിന് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. ഫിറ്റ് ചെയ്ത മുമ്പായി നമ്മുടെ എയർ ഫിൽറ്റർ വെക്കുന്ന പാർട്ട് നമുക്ക് നല്ല രീതിയിലൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ എയർ ഫിൽറ്ററിൻ്റെ കവർ നല്ല രീതിയിൽ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിന്ന് ഫിൽറ്റർ ഒന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. വെച്ച് പ്രസ് ചെയ്താൽ മാത്രം മതിയാവും. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കത് ഫിറ്റ് ചെയ്ത മുമ്പായി ഫിൽറ്ററിൻ്റെ അകത്തൊക്കെ ഒന്ന് നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിന്ന് ഫിൽറ്റർ ഒന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് വെച്ച ശേഷം ഒന്ന് ടിൽറ്റ് ചെയ്യുക. സ്ക്രൂ ടൈറ്റ് ചെയ്ത് കൊടുക്കാം. എയർ ഫിൽറ്ററിൻ്റെ പൈപ്പ് കൂടെ കണക്ട് ചെയ്ത് കൊടുക്കാം. സ്ക്രൂ കൂടെ ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ബാക്ക് കവർ ക്ലോസ് ചെയ്ത് കൊടുക്കാം. ബ്രേക്ക് ഓയിൽ കൂടി മാറ്റി കൊടുക്കാം. വളരെ കുറവാണ് ഓയിൽ. അപ്പോൾ നമുക്ക് ബ്രേക്ക് ഓയിൽ കൂടി മാറ്റി കൊടുക്കാം. ടാറ്റയുടെ ബ്രേക്ക് ഫ്ലൂയിഡ് .4 എന്ന ടാറ്റയുടെ പ്രൊഡക്റ്റായ ബ്രേക്ക് ഓയിൽ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ബ്രേക്ക് ഓയിൽ പഴയത് ഒഴിവാക്കേണ്ട ആവശ്യമില്ല. കുറവുള്ളത് റീഫിൽ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ലെവൽ വരുന്നത്. ഇത് മാക്സിമം, ഇവിടെ മിനിമം. അപ്പോൾ നമ്മൾ മാക്സിമത്തിൽ റീഫിൽ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ബ്രേക്ക് ഓയിൽ കൂടെ റീഫിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ വളരെ സക്സസ്ഫുൾ ആയി തന്നെ നമ്മൾ എഞ്ചിൻ ലീക്കേജ് പരിഹരിച്ചു. ഓയിൽ ഫിൽറ്റർ റീപ്ലേസ് ചെയ്തു, എയർ ഫിൽറ്റർ റീപ്ലേസ് ചെയ്തു, ബ്രേക്ക് ഓയിൽ റീപ്ലേസ് ചെയ്തു. അടുത്തൊരു വീഡിയോയിൽ റേഡിയേറ്റർ എങ്ങനെയാണ് റീപ്ലേസ് ചെയ്യുന്നത്, കൂളൻ്റ് എങ്ങനെയാണ് റീഫിൽ ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചൊക്കെ പറയാം. വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.